LGS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂറുകാർക്ക്? ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു? മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂറുകാർക്ക്. എന്താണ്? ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂറുകാർക്ക്? മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂറുകാർക്ക്. ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതി എന്നാണ്? 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് ഏതാണ്? പൂക്കോട്ടൂർ വില്ലേജിലാണ് 1921 മലബാർ കലാപം ആരംഭിച്ചത്. ഏതാ? ഏറനാട് താലൂക്ക് പൂക്കോട്ടൂർ വില്ലേജിലാണ് മലബാർ കലാപം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം നീണ്ടുനിന്നതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി എവിടെയായിരുന്നു? പയ്യന്നൂരായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി. അപ്പോൾ ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂറുകാർക്ക്? മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂറുകാർക്ക്. ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതി എന്നാണ്? 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് ഏതാണ്? പൂക്കോട്ടൂർ വില്ലേജാണ്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി എവിടെയാണ്? പയ്യന്നൂരാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയത് ആരാണ്? നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയത് IC ചാക്കോയാണ്. ആരാണ്? IC ചാക്കോയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ. ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യറായിരുന്നു. ഉത്തരവാദ പ്രക്ഷോഭ സമയത്ത് രാജധാനി മാർച്ച് നയിച്ചതാരാണ്? അക്കാമ ചെറിയാനാണ്. ഉത്തരവാദ പ്രക്ഷോഭ സമയത്ത് രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941 കയ്യൂർ സമരം നടന്നത്. എന്നാണ്? 1941 കയ്യൂർ സമരം നടന്നത്. തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1919 തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായത്. അപ്പോൾ എന്താണ്? നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയതാരാണ്? IC ചാക്കോയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യറായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ. ഉത്തരവാദ പ്രക്ഷോഭ സമയത്ത് രാജധാനി മാർച്ച് നയിച്ചതാരാണ്? അക്കമ്മ ചെറിയാനാണ് ഉത്തരവാദ പ്രക്ഷോഭ സമയത്ത് രാജധാനി മാർച്ച് നയിച്ചത്. കയ്യൂർ സമരം നടന്ന വർഷം 1941 കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരം നടന്ന വർഷം 1941. തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1919 തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായത്. ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26 ഭരണഘടനാ ദിനം. എന്നാണ്? നവംബർ 26 ഭരണഘടനാ ദിനം. എന്നാണ്? നവംബർ 26 ഭരണഘടനാ ദിനം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്.
ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെയാണ് കേട്ടോ. എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആരുടെയാണ്? ഇന്ത്യയുടേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത്, ഏറ്റവും ഉയർന്ന കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ്. ഓരോ സ്റ്റേറ്റിലും ഓരോ സംസ്ഥാനത്തെയും ഉയർന്ന കോടതി എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയാണ്. ഇന്ത്യയുടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അഥവാ ഏറ്റവും അന്തിമ വാക്കെന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ സുപ്രീം കോടതിയുടേതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് പറയുന്നത് അത് സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. ഇന്ത്യയുടെ മൊത്തത്തിൽ ഏറ്റവും ഉയർന്ന കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഏത്? ഹൈക്കോടതി. അപ്പം ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26 ഇന്ന് നവംബർ 26 ഭരണഘടനാ ദിനമാണ്, അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണിന്ന്. നവംബർ 26 ഭരണഘടനാ ദിനം. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം, ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി അതാത് സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയാണ്. പക്ഷേ എന്താണ്? ഇന്ത്യയുടെ മൊത്തത്തിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? അത് സുപ്രീം കോടതിയാണ്. നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ? തിരുവിതാംകൂറുകാർക്ക് ഏതാണ്? മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂറുകാർക്ക്. ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതി എന്നാണ്? 1896 സെപ്റ്റംബർ 3 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് ഏതാണ്? പൂക്കോട്ടൂർ വില്ലേജിലാണ് 1921 മലബാർ കലാപം ആരംഭിച്ചത്. ഏറനാട് താലൂക്കിലെ പൂക്കോട്ടൂർ വില്ലേജിൽ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. എത്ര ദിവസമാണ്? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി എവിടെയായിരുന്നു? പയ്യന്നൂരായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി പയ്യന്നൂരായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതൻ ആരാണ്? IC ചാക്കോയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ. ഉത്തരവാദ പ്രക്ഷോഭ സമയത്ത് രാജധാനി മാർച്ച് നയിച്ചതാരാണ്? അക്കമ്മ ചെറിയാനാണ് ഉത്തരവാദ പ്രക്ഷോഭ സമയത്ത് രാജധാനി മാർച്ച് നയിച്ചത്. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941 കയ്യൂർ സമരം നടന്നത്. തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1919 തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായ വർഷം. ഭരണഘടനാ ദിനം എന്നാണ്? ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്?
ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? അത് സുപ്രീം കോടതിയാണ്. ഈ ഒരു ചോദ്യം എന്താണ്? പെട്ടെന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതെന്നാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ എന്താണ് സുപ്രീം കോടതി എന്ന് ഉത്തരം കൊടുക്കും. സുപ്രീം കോടതി എന്ന ഉത്തരം എപ്പോഴാണ് ശരിയാവുന്നത്? ഇന്ത്യയിലെ ഉയർന്ന കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഉയർന്ന കോടതി ഏതാണ്? അത് ഹൈക്കോടതിയാണ്. അതാത് സംസ്ഥാനങ്ങൾക്ക് ഓരോ ഹൈക്കോടതി ഉണ്ടാകും. ആ ഹൈക്കോടതിയാണ് ആ സംസ്ഥാനത്തിലെ ഉയർന്ന കോടതി. പക്ഷേ എല്ലാ സ്റ്റേറ്റുകളും എടുത്ത് ഇന്ത്യ എന്ന മഹാരാജ്യം നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്.